ഹായ് മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SSLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹൈഡ്രോ കാർബൺസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അലിഫാറ്റിക് എന്നും സൈക്ലിക് എന്നും. ഈ അലിഫാറ്റിക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നും അൺസാച്ചുറേറ്റഡ്, അതായത് പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും. പൂരിത ഹൈഡ്രോ കാർബണുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം വരുന്നത്, സിംഗിൾ ബോണ്ട് വരുന്നതാണ് പൂരിത ഹൈഡ്രോ കാർബണുകൾ. അങ്ങനെയുള്ളവയെ നമ്മൾ ആൽക്കെയിൻസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് അപൂരിത ഹൈഡ്രോ കാർബണുകളാണ്. അതായത് കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ദ്വിബന്ധനവും ത്രിബന്ധനവും വരുന്ന ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആൽക്കീനുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ആൽക്കീനുകൾ? കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരുന്നതാണ് ആൽക്കീനുകൾ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പൂരിപ്പിക്കാൻ നോക്കാം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം, ആൽക്കീനുകളുടെ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല, തന്മാത്രാ സൂത്രം, ഇത്രയും തന്നിട്ടുണ്ട്. നമുക്കൊന്നത് എഴുതി നോക്കാം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് രണ്ട് കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കീനിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? രണ്ട് ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ കാർബൺ ആറ്റത്തില് 2 വാലൻസിയാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്, അത് ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. സെക്കൻഡ് കാർബണിലും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫില്ല് ചെയ്തു. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ആദ്യത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ, പിന്നെ ഒരു ഡബിൾ ബോണ്ട്, സെക്കൻഡ് കാർബണിലും 2 ഹൈഡ്രജൻ. ഓക്കെ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ? സിംപ്ലി നമ്മൾ കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റംസിന്റെയും നമ്പർ എടുത്ത് എഴുതുക, കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ എടുത്ത് എഴുതുക. ഇനി 3 കാർബൺ ആറ്റങ്ങളുടെ ഉള്ള ഒരു ആൽക്കീനിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ആദ്യം 3 കാർബൺ ആറ്റങ്ങൾ നമ്മൾ വരയ്ക്കുക, അതിൽ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വരയ്ക്കുക. അപ്പം ഈ ഫസ്റ്റ് കാർബണിൽ 2 ഹൈഡ്രജൻ വരും. സെക്കൻഡ് കാർബണിലോ ഇവിടെ 3 വാലൻസി ഓൾറെഡി ഫിൽ ആയിട്ടുണ്ട്, അപ്പം ഇവിടെ 1 ഹൈഡ്രജൻ. തേർഡ് കാർബണിൽ എത്ര ഹൈഡ്രജൻ വരും? 3 ഹൈഡ്രജൻ ആറ്റംസ് വരും. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ത് വരും? CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. മോളിക്കുലർ ഫോർമുല C3H6. ഇനി 4 കാർബൺ ആറ്റങ്ങൾ ഉള്ള ഒരു ആൽക്കീൻ. അപ്പൊ ആദ്യത്തെ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട്, പിന്നെയൊക്കെ സിംഗിൾ ബോണ്ട്. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ഒരു 2 ഹൈഡ്രജൻ ആറ്റംസ് വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരും, ഇവിടെ 2 വരും. നിങ്ങൾ വാലൻസീസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഓരോ ഹൈഡ്രജൻ ആറ്റംസ് എഴുതുമ്പോൾ അതുപോലെ എഴുതണം. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ത് വരും? CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3 സോറി CH2 വരും കേട്ടോ അവിടെ. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുലയോ? C4H8. ഓക്കെ, ഇനി 5 കാർബൺ ആറ്റങ്ങൾ ഉള്ള ഒരു ആൽക്കീനിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതാൻ സാധിക്കുമല്ലോ. അതുപോലെ എഴുതിയിട്ട് സ്ട്രക്ചറും വരയ്ക്കുക, കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എഴുതുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൽക്കീനുകളുടെ മോളിക്കുലർ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാർബൺ ആറ്റങ്ങളുടെ ഇരട്ടി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ C2H4 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 2 കാർബൺ 4 ഹൈഡ്രജൻ. C3H6 3 കാർബൺ 6 ഹൈഡ്രജൻ. അപ്പം കാർബൺ ആറ്റങ്ങളുടെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ N കാർബൺ ആറ്റം ഉള്ള ഒരു കോമ്പൗണ്ടിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും? ഒരു ആൽക്കീൻ ആണെങ്കിൽ ഇരട്ടി എന്ന് പറയുമ്പം 2N അല്ലെ. അപ്പൊ നമുക്ക് ആൽക്കീനുകളുടെ ഒരു പൊതുവാക്യമായിട്ട് CnH2n എന്ന് നമുക്ക് പറയാമല്ലോ.
ആൽക്കെയിനുകളുടെ പൊതുവാക്യം നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. എന്തായിരുന്നു? CnH2n+2 ആണ് അല്ലെ ആൽക്കെയിനുകളുടെ പൊതു സമവാക്യം എന്ന് പറയുന്നത്. ആൽക്കീനുകളുടെ പൊതു സമവാക്യം എന്തായി നമുക്ക് എഴുതാം? CnH2n എന്ന് എഴുതാം. അപ്പം ആൽക്കീനുകളുടെ പൊതു സമവാക്യം രൂപീകരിച്ചുകൂടെ? ഒരു ആൽക്കീനിൽ n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും? CnH2n. ഇനി രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ത്രിബന്ധനം ഉള്ള ഒരു ഹൈഡ്രോ കാർബണിന്റെ ഘടന തന്നിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിക്കേ. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എത്ര വാലൻസി റിമൈനിങ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ അല്ലെ. അപ്പം ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതമാണ് വരുന്നത്. അപ്പൊ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകൾ ആൽക്കൈനുകൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൽക്കൈൻസ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലത്തെ ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. കാർബൺ ആറ്റത്തിന്റെ എണ്ണം, ഘടന, കണ്ടൻസ്ഡ് ഫോർമുല, തന്മാത്രാ സൂത്രം, മോളിക്കുലർ ഫോർമുല, ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഒരു ആൽക്കൈനിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇങ്ങനെ വരും അല്ലേ. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ത് വരും? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് വരും. മോളിക്കുലർ ഫോർമുല C2H2. ഇനി 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് എഴുതാം. പിന്നെ ഒരു സിംഗിൾ ബോണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഹൈഡ്രജൻ ഒന്നും വരില്ല. കാരണം എന്താ? നടുക്കത്തെ കാർബണിൽ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ടോട്ടൽ 4 ബോണ്ട് ഉണ്ട്. അറ്റത്തെ കാർബണിലോ 3 ഹൈഡ്രജൻ ആറ്റംസ് വരും. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. മോളിക്കുലർ ഫോർമുല C3H4. ഇനി 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കാർബൺ ആറ്റംസിന്റെ മാത്രം ബോണ്ട് ആദ്യം എഴുതുക, എന്നിട്ട് ഹൈഡ്രജൻ ആറ്റംസിന്റെ എഴുതാം കേട്ടോ. അപ്പം ഇവിടെ സെക്കൻഡ് കാർബണിൽ ഹൈഡ്രജൻ ഒന്നും വരില്ല, ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് വരും അറ്റത്തെ. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ത് വരും? CH ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. മോളിക്കുലർ ഫോർമുല C4H6. 5 എണ്ണം ഉണ്ടെങ്കിൽ, 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. ഇതിൽ ഒരു ഹൈഡ്രജൻ വരും, ഇതിൽ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് വരും, ഇവിടെയും 2 ഹൈഡ്രജൻ ആറ്റംസ് വരും, ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് വരും. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും നിങ്ങൾ എഴുതുമല്ലോ. ഇനി ആൽക്കൈനുകളുടെ തന്മാത്രാ സൂത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട 4 കാർബൺ ആറ്റം C4H6 എന്നാണ് അല്ലെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ എങ്ങനെ വരും? n കാർബൺ ആറ്റം, 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 4ന്റെ ഇരട്ടി 8ൽ നിന്ന് 2 കുറച്ചതാണല്ലോ ഹൈഡ്രജന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെയോ C3H4 നോക്കുക. കാർബൺ ആറ്റങ്ങളുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. 6 ഹൈഡ്രജൻ എന്ന് വരും. അതിൽ നിന്ന് 2 കുറച്ചാലല്ലേ 4 ഹൈഡ്രജൻ കിട്ടുക. അപ്പം n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എത്രയായിരിക്കും? അതിന്റെ ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചത്. അപ്പം ആൽക്കൈനുകളുടെ പൊതുവാക്യമായിട്ട് നമുക്ക് എന്ത് എഴുതാം? CnH2n-2 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഹൈഡ്രോ കാർബണുകളുടെ വർഗീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, അതിന്റെ പൊതുവാക്യം CnH2n+2. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അതിന്റെ പൊതുവാക്യം CnH2n. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം. അപ്പോൾ പൊതുവാക്യം CnH2n-2.
ഇനി ഇതുപോലുള്ള കാർബൺ സംയുക്തങ്ങളുടെ നാമകരണം ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതിന് IUPAC ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. IUPAC എന്താ നമുക്കറിയാം അല്ലെ. അപ്പൊ IUPAC കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ കാർബൺ സംയുക്തങ്ങൾക്ക് നാമകരണം ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട 2 കാര്യങ്ങളാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, അതേപോലെ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം. അതായത് സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് പദമൂലങ്ങൾ അല്ലെങ്കിൽ വേർഡ് റൂട്ട് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. അത് ഇങ്ങനെയാണ്. ഒരു സംയുക്തത്തിൽ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും, മീത് എന്ന് എഴുതും. 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ത്, 3 എണ്ണം ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 എണ്ണം ബ്യൂട്ട്, 5 എണ്ണം പെന്റ്, 6 കാർബൺ ഹെക്സ്, 7 കാർബൺ ഹെപ്റ്റ്, 8 കാർബൺ ഒക്റ്റ്, 9 കാർബൺ നൺ, 10 കാർബൺ ഡെക്ക്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഓർഗാനിക് സംയുക്തത്തിന് നാമകരണം ചെയ്യുമ്പോൾ ആൽക്കെയിനുകളുടെ നാമകരണം എങ്ങനെയാന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ പദമൂലത്തിന്റെ കാര്യം പറഞ്ഞു, വേർഡ് റൂട്ടിന്റെ കാര്യം. ഒരു കാർബൺ മാത്രമുള്ള ഒരു സംയുക്തമാണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും. 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത് എന്ന് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. 10 വരെ പഠിച്ചു അല്ലെ. അപ്പൊ ഈ വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മൾ ആൽക്കെയിനുകളാണെങ്കിൽ ഈ എയിൻ എന്നുണ്ടല്ലോ, ആൽക്കെയിനിലത്തെ എയിന് കൂടി ചേർത്തിട്ട് നമ്മൾ ആ കോമ്പൗണ്ടിന് പേര് കൊടുക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഒരു കാർബൺ ഉള്ള ഒരു സംയുക്തം, 4 ഹൈഡ്രജൻ. അപ്പൊ എന്താണ് ഇതിന്റെ പേര് വരിക നോക്കാം. ഒരു കാർബൺ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ വേർഡ് റൂട്ട് കൊടുക്കുക? മീത് എന്ന് കൊടുക്കും അല്ലേ, മീത് എന്ന് കൊടുക്കും. ഇനി മീതിന്റെ കൂടെ എന്തുകൂടി ചേർക്കണം? ഇതൊരു ആൽക്കെയിൻ ആണ്, ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് എയിൻ എന്ന് ചേർക്കണം. അപ്പോൾ എന്ത് വരും? ഇതിന്റെ പേര് മീതെയിൻ എന്ന് വരും. എന്ത് വരും? മെത്ത് പ്ലസ് എയിൻ, മീതെയിൻ. അങ്ങനെയാണെങ്കിൽ ഈ സംയുക്തത്തിന്റെ പദമൂലം എന്ത് വരും? പദമൂലം മാത്രം പറഞ്ഞാൽ മതി. 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈത് എന്ന് പറയും അല്ലേ. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഈത് പ്ലസ് എയിൻ എന്ത് വരും? ഈതെയിൻ എന്ന് വരും. അതായത് എത്ത് പ്ലസ് എയിൻ, ഈതെയിൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും. ഇനി ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതിയാലോ? C2H6 അല്ലെ, ഈതെയിൻ. അങ്ങനെ വരുമ്പോ 3 കാർബൺ ആറ്റംസ് ഉള്ള ഒരു സംയുക്തം ആൽക്കെയിൻ. 3 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ് അല്ലെ. അപ്പം പ്രൊപ്പ് പ്ലസ് എല്ലാം സിംഗിൾ ബോണ്ടാണ്, എല്ലാം ഏകബന്ധനാണ്, അതുകൊണ്ട് എയിൻ എന്ത് വരും? പ്രൊപ്പെയിൻ എന്ന് വരും. പ്രൊപ്പെയിൻ അല്ലെ. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C3H8. ഇതുപോലെ നിങ്ങൾ ബ്യൂട്ടെയിനും പെന്റെയിനും ഹെക്സെയിനും ഹെപ്റ്റെയിനും ഒക്കെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ആൽക്കെയിനുകളുടെ നാമകരണം നമുക്ക് മനസ്സിലായി. പദമൂലം പ്ലസ് എയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കെയിനിന് പേര് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ പേര് കൊടുക്കാൻ പഠിച്ചത് എങ്ങനെയുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ്? ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണുകളാണ്. ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. ഇനി ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നമുക്ക് നോക്കാം. അപ്പോൾ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം പറയുന്നതിന് മുന്നേ നമുക്ക് ആൽക്കൈൽ റാഡിക്കൽസ് എന്താന്ന് പറയാം. അപ്പൊ നമുക്ക് പൂരിത ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്താണെന്ന് അറിയാം അല്ലെ. സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് സാച്ചുറേറ്റഡ്. അപ്പം നമ്മളിപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കാർബണിന്റെ 4 സംയോജകത.
കാർബണിന്റെ 4 സംയോജകതകളും അവിടെ ഫില്ലായിട്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ മീഥെയിൻ എടുത്തു കഴിഞ്ഞാൽ മീഥെയിനിൽ ഒരു കാർബണിൽ 4 ഹൈഡ്രജൻ ഉണ്ടാവും. ഈഥെയിനിലാണെങ്കിൽ 2 കാർബണിൽ ഓരോന്നിൽ 3 ഹൈഡ്രജൻ വീതം ഉണ്ടാവും. അങ്ങനെ ഓരോ കാർബണിന്റെയും വാലൻസി അവിടെ ഫില്ലായിട്ടുണ്ടാവും, വാലൻസി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ മീഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ ഇവിടുന്ന് മാറ്റി, ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഒരു വേക്കൻസി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് കെമിക്കലി ഇത് അൺസ്റ്റേബിൾ ആണ്, അതായത് ഇതിന് ഒരു റിയാക്ട് ചെയ്യാൻ പറ്റും. CH4 ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് മീഥെയിനാണ്. നേരെ മറിച്ച് അതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഈ CH3ക്ക് വേറൊരു കാർബണുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് പറയുക, അല്ലെങ്കിൽ ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറയുക. അപ്പോൾ CH3 ഇവിടെ ഒരു കാർബണുമായിട്ട് ബോണ്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഈ CH3നെ നമ്മൾ എന്ത് പറയും? CH4 മീഥെയിൻ ആണെങ്കിൽ CH3 എന്ന് പറയുന്നത് മീഥൈൽ ഫ്രീ റാഡിക്കൽ എന്ന് വരും. മീഥൈൽ റാഡിക്കൽ. ഇനി ഇത് ഈഥെയിൻ ആണ് അല്ലെ. CH3 എന്ന് പറയുന്നത് ഈഥെയിൻ ആണ്. ഈഥെയിനിലെ ഒരു കാർബണിലെ 3 ഹൈഡ്രജൻ, ആ 3 ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഈ ഗ്രൂപ്പ് മറ്റൊരു കാർബണുമായിട്ട് ബോണ്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിന്റെ പേര് എന്ത് വരും? ഈഥെയിൻ എന്നുള്ളത് മാറിയിട്ട് ഈഥൈൽ റാഡിക്കൽ ആവും. അതുപോലെ തന്നെ ഇവിടെയും CH3 3 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ പോയി CH3 CH2 CH2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രൊപ്പൈൻ അല്ല, നേരെ മറിച്ച് എന്താണ്? പ്രൊപ്പൈൽ റാഡിക്കൽ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള റാഡിക്കൽസിനെയാണ് നമ്മൾ ആൽക്കൈൽ റാഡിക്കൽസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ആൽക്കൈൽ റാഡിക്കലിനെ നമ്മൾ ജനറലി R എന്ന് റെപ്രസെന്റ് ചെയ്യും ട്ടോ. ഇനി നമുക്ക് ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ IUPAC നാമകരണം എങ്ങനെയാ നോക്കാം. IUPAC നെയിമിംഗ് ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഒരു ചെയിൻ ഉണ്ടാവും, അതിലൊരു ബ്രാഞ്ച്, ഒരു ശാഖ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ നെയിം ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ പൊസിഷൻ, ശാഖയുടെ പൊസിഷൻ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അതായത് എത്രാമത്തെ കാർബണിലാണ് ശാഖ വരുന്നത് എന്ന് മെൻഷൻ ചെയ്യണം, അതാണ് പൊസിഷൻ. ഇനി രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് ബ്രാഞ്ച്, അതായത് രണ്ടാമത്തെ കാർബണിൽ ഇപ്പോൾ ഇന്ന പൊസിഷനിൽ വരുന്ന കാർബണിൽ ഏത് ബ്രാഞ്ച് ആണോ വരുന്നത് ആ ബ്രാഞ്ചിന്റെ പേര്. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നെയിം ഓഫ് മെയിൻ ചെയിൻ, അതായത് ഏറ്റവും നീളമുള്ള ചെയിൻ ഏതാണോ അതിന്റെ പേര്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്പർ ചെയ്യണം. അതായത് ശാഖയ്ക്ക് നമ്പർ, ശാഖ വരുന്ന കാർബണിൽ നമ്പർ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും ലോങ് ചെയിൻ ഏതാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്ന ചെയിൻ ഏതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചെയിൻ നോക്കാം. 1 2 3 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ വരുമ്പോഴോ, ഇങ്ങനെ വരുമ്പോഴോ, അപ്പൊ 1 2 3 4. അപ്പൊ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. 1 2 3 4 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പം നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാഖ വരുന്ന കാർബണിൽ ഏറ്റവും കുറവ് നമ്പറേ കിട്ടാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് നമ്പർ കൊടുക്കുമ്പോൾ ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് 3 നമ്പർ കിട്ടുന്നത്. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴോ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലെ. അപ്പം ഏത് നമ്പറിങ് നമുക്ക് ചൂസ് ചെയ്യാം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർബണിൽ ഈ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് നെയിം ചെയ്യാം. ആദ്യം നമ്മൾ ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ പൊസിഷൻ 2. അടുത്തതായിട്ട് നെയിം ഓഫ് ബ്രാഞ്ച്. നമ്മൾ ഇപ്പൊ പറഞ്ഞു
ഒരു CH3 ഗ്രൂപ്പാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്ത് വരും? മീഥൈൽ എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് വരും ഇവിടെ? നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2-മീഥൈൽ എന്ന് വരും. മീഥൈൽ ബ്രാഞ്ച് ആണ് ഇത് മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇനി നെയിം ഓഫ് മെയിൻ ചെയിൻ. ഇതിൽ മെയിൻ ചെയിൻ ആണ് ഏതാണ്? ഏറ്റവും നീളമുള്ള ചെയിൻ ആണ് അല്ലെ. അതായത് 1, 2, 3, 4 കാർബൺ ആറ്റംസ് ഉള്ള ഈ നീളമുള്ള ചെയിനിന് എന്ത് പേര് ഇടും നമ്മള്? 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട് എന്ന് വേർഡ് റൂട്ട് വരും. ബ്യൂട്ട്. എല്ലാ കാർബൺ ആറ്റംസും സിംഗിൾ ബോണ്ടഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എയിൻ എന്ന് കൊടുക്കും. അപ്പം എന്താണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് വരിക? 2-മീഥൈൽ ബ്യൂട്ടെയിൻ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 102 ആൽക്കൈൽ റാഡിക്കൽ എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ വരുന്ന ഇത്രയും ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ചിൽ ഹൈഡ്രോ കാർബണിന് നമ്പറിങ് കൊടുക്കേണ്ട രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ രണ്ടാമത്തെ നമ്പറിങ് ആണ് കറക്റ്റ് അല്ലെ. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ഈ ശാഖയുള്ള കാർബണിൽ ഏറ്റവും കുറവ് നമ്പർ കിട്ടുന്നത്. ഇതില് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എണ്ണാണ്? മുഖ്യ ചെയിനില് 4 എണ്ണാണ് അല്ലെ. ഇനി പദമൂലം. ഇതിന്റെ പദമൂലം എന്ത് വരും? 4 എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ബ്യൂട്ട് എന്ന് കൊടുക്കാം. പിൻ പ്രത്യയം എന്ത് വരും? പിൻ പ്രത്യയം എയിൻ എന്ന് വരും. ശാഖയായി വരുന്ന ആൽക്കൈൽ റാഡിക്കലിന്റെ പേര് എന്താണ്? ശാഖയായി വരുന്ന ആൽക്കൈൽ റാഡിക്കലിന്റെ പേര് മീഥൈൽ എന്നാണ് അല്ലെ. CH3 ആണ് ശാഖയായിട്ട് വരുന്നത്. അപ്പൊ എന്ത് വരും? മീഥൈൽ എന്ന് വരും. ശാഖയുടെ സ്ഥാനം എത്രയാണ്? രണ്ടാമത്തെ കാർബണിലാണ് ഇവിടെ ശാഖ വരുന്നത്. ശാഖയുടെ സ്ഥാനം. അപ്പൊ നമുക്ക് IUPAC നാമം കിട്ടി. എന്താണ്? 2-മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് കിട്ടി. ഇനി ഈ IUPAC നാമം എഴുതുമ്പോൾ ഉള്ള ആ ഒരു ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ശാഖയുടെ സ്ഥാനസംഖ്യ ഹൈഫൺ സ്ഥാനസംഖ്യ. ഇതാണ് സ്ഥാനസംഖ്യ പൊസിഷൻ. ഹൈഫൺ ഇട്ടിട്ട് റാഡിക്കലിന്റെ പേര് എന്താണ്? മീഥൈൽ റാഡിക്കൽ ആണ് അല്ലെ. മീഥൈൽ റാഡിക്കൽ ആണ് അവിടെ റാഡിക്കലിന്റെ പേര് വരിക. പ്ലസ് പദമൂലം വേർഡ് റൂട്ട് എന്ത് വരും? ബ്യൂട്ട് എന്ന് വരും. പിൻ പ്രത്യയം പറയുന്നത് എയിൻ എന്ന് വരും. 2-മീഥൈൽ ബ്യൂട്ടെയിൻ. ഓക്കെ. അപ്പം IUPAC നാമം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൺ വഴി വേർതിരിക്കുന്നു. അതായത് ഒരക്കം കഴിഞ്ഞിട്ട് അക്ഷരങ്ങളുടെ ഇടയിൽ ഒരു ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 103. പേജ് നമ്പർ 103 കേട്ടോ. അപ്പം ഇതിൽ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ. അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ 5. ഇനി നെയിം ഓഫ് ബ്രാഞ്ച്. ഇതിൽ വരുന്ന ബ്രാഞ്ച് ആരാണ്? ഇതാണ് അല്ലെ. എന്താ ഇതിന്റെ പേര്? മീഥൈൽ റാഡിക്കൽ ആണ് അല്ലെ. അപ്പൊ മീഥൈൽ എന്നാണ് അതിന്റെ ബ്രാഞ്ചിന്റെ പേര്. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച് അത് ശ്രദ്ധിക്കണം. നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ചെയ്യണം? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രാഞ്ച് എവിടെയെന്ന് നമ്മൾ ആദ്യം നോക്കണം. ബ്രാഞ്ച് വരുന്നത് ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ 1, 2, 3, 4, 5 നാലാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരും. അപ്പം ഈ നമ്പറിംഗ് അല്ലേ കറക്റ്റ്. അപ്പൊ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2. ഇനി ഇതിന്റെ ആദ്യം പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2 എന്ന് വരും. നെയിം ഓഫ് ദ ബ്രാഞ്ച് മീഥൈൽ. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ്. പദമൂലം എന്ത് വരും? എയിൻ എന്ന് വരും. അപ്പം 2-മീഥൈൽ പെന്റെയിൻ എന്ന് ഈ കോമ്പൗണ്ടിന്റെ പേര് വരും. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലെ. ഇതില് നടുക്കത്തെ കാർബണിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത് അല്ലെ. അപ്പം എത്രാമത്തെ കാർബണിലാണ്? മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. പൊസിഷൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് 3. ഇനി നെയിം ഓഫ് ബ്രാഞ്ച് നമുക്കറിയാം. ഇത് ഏത് ഗ്രൂപ്പാണ്? മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് അല്ലെ. മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് IUPAC നെയിം എഴുതാം. 3rd കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ 3-മീഥൈൽ പെന്റെയിൻ എന്ന് പേര് വരും.
ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. ഇതിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ നോക്കാം. ഇത് 5 കാർബൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് താഴോട്ട് 1 2 3 4 5 ഇങ്ങനെ എണ്ണുമ്പോഴും 5 കാർബൺ ആറ്റംസ് തന്നെയാണ് വരുന്നത്. തേർഡ് കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഇനി ഇതിൽ വരുന്ന ബ്രാഞ്ചിന്റെ പേരെന്താണ്? ബ്രാഞ്ച് ഏതാണ് നോക്കണം. ഇതാണ് നമ്മുടെ ബ്രാഞ്ച് അല്ലെ. ഇതൊരു ഈഥൈൽ റാഡിക്കൽ ആണ്. അപ്പം ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. ഇനി എത്രാമത്തെ കാർബൺ ആറ്റമിലാണ് ബ്രാഞ്ച് വരുന്നത്? പൊസിഷൻ ഓഫ് ദ കാർബൺ ആറ്റം എന്ന് പറയുന്നത് 3 ആണ്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പൊ 3 എന്ന് വരും. ഇനി നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം 3 ഈഥൈൽ. 5 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ പെന്റെയിൻ. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അപ്പം നമുക്ക് ലെഫ്റ്റിൽ നിന്നൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റംസ് ഉള്ളത്. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് താഴോട്ട് 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്? റൈറ്റിൽ നിന്ന് ഈ താഴോട്ട് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ വരുന്നത് അല്ലേ. അപ്പം ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് അപ്പൊ ഇതിലെ ബ്രാഞ്ച് ഏത് വരും? ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച് വരുന്നത്. അതായത് മൂന്നാമത്തെ ലോങ്സ്റ്റ് ചെയിനിലെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇവിടെ ഒരു മീഥൈൽ റാഡിക്കൽ വരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ഗ്രൂപ്പ്. ഇനി എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്? മൂന്നാമത്തെ കാർബണിൽ. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം 3 മീഥൈൽ പെന്റെയിൻ. അപ്പോൾ ഒരു മെയിൻ ചെയിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായോ? ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദ്യം വരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ഈ താഴത്തതിന്റെ ഇങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യുക. താഴത്തെയും കൂട്ടിയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ലോങ്സ്റ്റ് ചെയിൻ വരുന്നുണ്ടോ എന്ന് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് നമ്പറിങ് ചെയ്യാനും IUPAC നെയിം കൊടുക്കും. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ ഫോളോയിങ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ്. ഇതിന് IUPAC നെയിം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എന്താ, ഇതൊരു ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ അല്ല അല്ലെ, ശാഖ ഇല്ലാത്ത ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അതിന്റെ വേർഡ് റൂട്ട് കണ്ടുപിടിച്ചിട്ട് പിൻ പ്രത്യയം കൊടുത്തിട്ട് നമുക്ക് അതിന് നെയിം കൊടുക്കാം. അപ്പൊ എന്താണ് വേർഡ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ടോട്ടൽ? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹെക്സ് എന്ന് വേർഡ് റൂട്ട് വരും. ഇനി ഇതൊരു ആൽക്കെയിൻ ആണ് അല്ലെ, ഒക്കെ സിംഗിൾ ബോൺസ് ആണ്, അതുകൊണ്ട് ഹെക്സെയിൻ എന്ന് പേര് വരും. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ പേര് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ഇതൊരു ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ആണ്, ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ശാഖ വരുന്ന ഹൈഡ്രോ കാർബണിലെ മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്പർ കൊടുക്കണം. അപ്പൊ ഇതിലെ മെയിൻ ചെയിൻ ഏതായിരിക്കും? നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണി നോക്കാം ആദ്യം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഓക്കെ, 1 2 3 4 5 5 കാർബൺ ആറ്റംസാ വരുന്നത് ഇങ്ങനെ എണ്ണുമ്പോൾ. ഇനി താഴോട്ടൊരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അല്ലെ, അത് കൂട്ടിയിട്ട് നമുക്ക് മെയിൻ ചെയിൻ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അവിടെ ലോങ്സ്റ്റ് ചെയിൻ വരുന്നത് അല്ലെ. ഇനി ലോങ്സ്റ്റ് ചെയിൻ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നാലാമത്തെ കാർബൺ, അതായത് ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച് വരുന്നത്. നാലാമത്തെ കാർബണിലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നോട്ടൊന്ന് എണ്ണി നോക്കിയാലോ. അതായത് ലാസ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് 1 2 3 4 5 6 ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പം നമ്മൾ എന്താ പഠിച്ചു?
ബ്രാഞ്ച് വരുന്ന കാർബണിന് ഏറ്റവും കുറവ് നമ്പർ കിട്ടണം. ഇതാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്ന കാർബൺ. അതിന് നമ്മൾ ഇതുപോലെ പിന്നിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോഴാണ് അതിന് കുറവ് നമ്പർ കിട്ടുന്നത്. ആദ്യം നമ്മൾ കൊടുത്തപ്പോൾ 4 എന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്തപ്പോൾ 3 എന്ന് വന്നു. അപ്പം ഇതല്ലേ കറക്റ്റ് ആയിട്ടുള്ള നമ്പറിങ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ ആണ് ബ്രാഞ്ചിന്റെ. ഇപ്പൊ പേരില് ഫസ്റ്റ് 3 എന്ന് വരും. ഇനി തേർഡ് കാർബണിൽ ഏത് ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്? മീഥൈൽ ഗ്രൂപ്പാണ്. സോ 3 മീഥൈൽ. ഇനി ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഇതാണ് അല്ലെ. ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6. അതുകൊണ്ട് ഹെക്സ്. എല്ലാതും സിംഗിൾ ബോണ്ടാണ്. എല്ലാ കാർബൺ ആറ്റംസും സിംഗിൾ ബോണ്ടാണ്. സോ ഹെക്സ് എയിൻ എന്ന് വരും. അപ്പൊ എന്താണ് ഇതിന്റെ IUPAC നാമം? 3 മീഥൈൽ ഹെക്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് എങ്ങനെ വരാന്ന് കണ്ടുപിടിച്ചു അല്ലെ, ഒക്കെ പഠിച്ചു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്പറിങ് ചെയ്യാനും ബ്രാഞ്ച് ഐഡന്റിഫൈ ചെയ്യാനും ലോങ് ചെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് UPSC നെയിമിംഗ് ഒക്കെ കൊടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും അത് നന്നായി പഠിക്കുക. വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ